ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ മോദി സർക്കാരിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും വൻ തിരിച്ചടി. SIR-ന് ശേഷമുള്ള കരട് റിപ്പോർട്ടിൽ ഒഴിവാക്കപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ കാരണം സഹിതം പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്ക് ആധാർ കാർഡ് ഹാജരാക്കി പരാതികൾ ഉന്നയിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സിബി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് സുപ്രീം കോടതി ഉണ്ടായത്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഹർജിക്കാരുടെ വാദമാണ് സുപ്രീം കോടതി കേട്ടത്. ആ വാദം പൂർത്തിയായ ശേഷം ഉച്ചയ്ക്ക് ശേഷമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദത്തിലേക്ക് കടന്നത്. ഇതിൽ പ്രധാനമായും നിരവധി ചോദ്യങ്ങളാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചത്. ഇതിൽ ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് മുൻപായി തന്നെ 2.789 കോടി വോട്ടർമാർ ബീഹാറിൽ ഉണ്ടായിരുന്നെന്നും ഈ SIR നടപ്പാക്കിയ ശേഷം അത് 7.24 കോടി വോട്ടർമാരായി കുറഞ്ഞു എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ പറഞ്ഞു. അതായത് 65 ലക്ഷം വോട്ടർമാരുടെ കുറവ്, 65 ലക്ഷം വോട്ടർമാർ ഈ പട്ടികയിൽ നിന്ന് പുറത്തായി എന്നുള്ള വിവരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. ഇതിൽ 22 ലക്ഷം വോട്ടർമാർ മരണപ്പെട്ടു എന്നുള്ള വിവരം കൂടിയാണ്, കണക്കുകൾ കൂടി പറയുകയും ചെയ്തു. ഈ സമയത്താണ് സുപ്രീം കോടതി നിരവധി ചോദ്യങ്ങൾ ചോദിച്ചത്. എന്തുകൊണ്ട് ഈ ഒഴിവാക്കപ്പെട്ടവരുടെ പേരുകളടക്കം പ്രസിദ്ധീകരിച്ചുകൂടാ എന്നുള്ള ചോദ്യം ചോദിച്ചത്. ഇത് ഹർജിക്കാർ നിരവധി തവണ ആവശ്യപ്പെട്ട ഒരു കാര്യം കൂടിയായിരുന്നു. പിന്നീട് ഒരു ഇടക്കാല ഉത്തരവിലൂടെ ഇപ്പോൾ ഈ ജസ്റ്റിസ് സൂര്യകാന്തി അധ്യക്ഷനായ ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. അതായത് ഈ ഒഴിവാക്കപ്പെട്ട 65 ലക്ഷം പേരുടെ പേര് വിവരങ്ങളും എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്നുള്ള കാരണങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കിക്കൊണ്ട് സംസ്ഥാന ചീഫ് ഇലക്ടറൽ രജിസ്ട്രാറുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നുള്ള ഒരു കാര്യമാണ് ഇടക്കാല ഉത്തരവായി വന്നിരിക്കുന്നത്. മാത്രമല്ല, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലും ഇത് പ്രസിദ്ധീകരിക്കണം. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ സോഷ്യൽ ഹാൻഡിൽ വഴി ഇത് പ്രസിദ്ധീകരിക്കണം. ബൂത്ത് തലത്തിൽ പോലും ഈ ഒരു വിവരങ്ങൾ ലഭിക്കുന്ന രീതിയിൽ വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിക്കണം. അത് സെർച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഇത് പ്രസിദ്ധീകരിക്കേണ്ടത്. അതുകൂടാതെ എന്തെങ്കിലും ഒരു അപാകതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി തങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പരാതിപ്പെടാൻ കഴിയുന്ന രീതിയിൽ സംവിധാനം ഒരുക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധാർ കാർഡ് ഒരു രേഖയായി അംഗീകരിക്കണമെന്ന ആവശ്യം കൂടി വാക്കാൽ സുപ്രീം കോടതി പറയുകയും ചെയ്തു. അങ്ങനെ തീർത്തും ഹർജിക്കാർ ഉന്നയിക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളും അംഗീകരിക്കുന്ന നിലപാടാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടക്കാല ഉത്തരവായി ഉണ്ടായത്. അതേസമയം തന്നെ SIR റദ്ദാക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം അന്തിമമായി എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ വെള്ളിയാഴ്ചയാണ് ഈ ഒരു കേസ് പരിഗണിക്കുക. 3 ദിവസത്തിനകം തന്നെ ഈ പട്ടിക പ്രസിദ്ധീകരിക്കണം എന്നുള്ളൊരു കാര്യമാണ് സുപ്രീം കോടതി ഇന്ന് ഇടക്കാല ഉത്തരവായി പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടിയെല്ലാം തന്നെയും ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ഈ കോടതി പരിഗണിക്കുമ്പോൾ വീണ്ടും അത് കാര്യങ്ങളെല്ലാം തന്നെയും പരിശോധിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഈ SIR-മായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തിരിച്ചടി ഇന്നിപ്പോൾ സുപ്രീം കോടതി ഉണ്ടായി എന്ന് തന്നെ പറയാം. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഈ SIR എന്ന ഒരു കടമ്പ, ആ SIR നടപ്പാക്കിയ ശേഷം ഇത്ര പേർ 65 ലക്ഷത്തോളം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ ആധാർ കാർഡ് പരിഗണിക്കണമെന്ന കാര്യത്തിലെല്ലാം തന്നെയും ഹർജിക്കാർ ഉന്നയിച്ച നിരവധി കാര്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായത്. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. വലിയ തിരിച്ചടി കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നേരിടുന്നു.